നമസ്തേ. നിങ്ങൾ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയാണല്ലേ. അപ്പം നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഒരു പ്രശ്നമാണ് പരീക്ഷയിൽ നേരിടുന്നത്. ടിപ്പണി എങ്ങനെയാണ് വാക്യങ്ങളിൽ ആക്കി മാറ്റുന്നത്, എങ്ങനെയാണ് ഞാനൊരു ടിപ്പണി വാക്യങ്ങളായിട്ട് എഴുതുന്നത് എന്ന് ഒരു സംശയം വരും അല്ലേ. അപ്പം ചിലരത് ഒഴിച്ചിട്ട് കളയാറാണ് പതിവ് അല്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളത് എഴുതണം. നമ്മൾക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ എഴുതാൻ ശ്രമിക്കാം. അപ്പം നമുക്ക് ഈ ഒരു പരീക്ഷയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു നമ്മൾ ആര്യഭടീയം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിനെ കുറിച്ച് പഠിച്ചില്ല. മയൂരശിഖ എന്ന് പറയുന്ന പാഠഭാഗത്ത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പം അവിടെ വരുന്ന ഒരു എസ്സേയാണ് ആര്യഭടീയം എന്ന് പറയുന്നത്. ആര്യഭടീയം ആരാണ് എഴുതിയത്? ആര്യഭട്ട, ആര്യഭട്ടനാണ് എഴുതിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം നമ്മൾ അതൊക്കെ വെച്ചിട്ട് ആരാണ് എഴുതിയത്, എന്താണ് ആ ഗ്രന്ഥത്തിലുള്ളത് എന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ടിപ്പണിയാണ് എഴുതാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ടിപ്പണി എഴുതുന്നത് എന്ന്. ടിപ്പണി, ഓക്കെ. ടിപ്പണി എന്ന് പറഞ്ഞാൽ എസ്സേ അല്ലേ. നമുക്ക് എസ്സേ എന്നാണ് പറയാം അല്ലേ. ഓക്കെ, എസ്സേ എന്ന് തന്നെ പറയാം. എസ്സേ അല്ലേ, എസ്സേ എന്നാണ് നമ്മൾ ടിപ്പണിക്ക് പറയാറല്ലേ. ഇത് എങ്ങനെയാണ് എഴുതുക? ആദ്യം നമ്മൾ ആര്യഭടീയം എന്ന് ഹെഡിങ് കൊടുക്കണം. നമ്മളൊരു ടിപ്പണി, ഒരു എസ്സേ എഴുതുന്ന സമയത്ത് എന്ത് വിഷയത്തിനെ കുറിച്ചാണോ നമ്മൾ എഴുതുന്നത് ആ ഒരു വിഷയം എന്താണ് ഹെഡിങ് ആയിട്ട് വരണം. നമുക്ക് ഒരു ചെറിയൊരു ഹെഡിങ്, അതിനെ ചുരുക്കിയിട്ടാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ഹെഡിങ് ഉണ്ടാവണം. നമ്മുടെ എസ്സേ എഴുതുമ്പോൾ അല്ലെങ്കിൽ ടിപ്പണി എഴുതുമ്പോൾ ഒരു ഹെഡിങ് വേണം അല്ലേ. ശരി, ആര്യഭടീയം എന്ന് ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ തുടങ്ങി. ഇനി ആര്യഭടീയത്തിനെ കുറിച്ച് പറയാൻ പോവുകയാണ് നമ്മൾ അല്ലേ. ഭാരതേ പ്രസിദ്ധ ആചാര്യ ഭവതി ആര്യഭട. ഭാരതത്തിൽ പ്രസിദ്ധനായിട്ടുള്ള ആചാര്യ, ഒരു ആചാര്യനാണ് ആര്യഭട. ഭവതി എന്ന് പറഞ്ഞാൽ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാണ് അർത്ഥം അല്ലെ. ഭാരതേ പ്രസിദ്ധ ആചാര്യ ഭവതി ആര്യഭട. അപ്പൊ സെന്റൻസ് ഫുള്ളായില്ലേ. ഇനി അയം ആചാര്യ. എന്താ ഈ അയം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്നാണ് അർത്ഥം. ഇദ്ദേഹം എന്നാണ്. ഇദ്ദേഹം, ഈ ആചാര്യൻ എന്നുള്ള ഈ എന്നും പറയാം. ഇദ്ദേഹം അല്ലെങ്കിൽ ഈ ആചാര്യൻ ജ്യോതിഷശാസ്ത്ര പണ്ഡിത. ആരാണ്? ജ്യോതിഷശാസ്ത്രത്തിലുള്ള പണ്ഡിതനാണ്. അതുപോലെ തന്നെ ഗണിതശാസ്ത്ര വിശാരദ. ഗണിതശാസ്ത്രത്തിലൊക്കെ പാണ്ഡിത്യമുള്ള ആളാണ് എന്ന് പറയുന്നു. ശാസ്ത്രത്തിലൊക്കെ വിശാരദൻ, ബുദ്ധിമാനാണ് എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. ഭവതി ആകുന്നു എന്ന്. അപ്പൊ നമ്മൾ ഹിന്റുകൾ തരും അല്ലെ. ആ ഹിന്റുകളിൽ കൂടുതലും നമ്മൾക്ക് അസ്ഥി ഭവതിയൊക്കെ ചേർത്താൽ നമുക്കൊരു വാക്യമാക്കിയിട്ട് കിട്ടും അല്ലെ. അപ്പൊ അസ്ഥി എന്ന വാക്കിന് എന്താണ് അർത്ഥം എന്ന് ഓർത്ത് വെക്കണം. അസ്ഥി ഉണ്ട് അല്ലെ. ഭവതി ആകുന്നു എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സെന്റൻസ് ആക്കി എഴുതാൻ സാധിക്കും അല്ലെ. ആര്യഭടസ്യ പ്രസിദ്ധ ഗ്രന്ഥ ഭവതി ആര്യഭടീയം. ആര്യഭടന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് ആര്യഭടീയം എന്നാണ് പറയുന്നത്. അയം ഗ്രന്ഥ, ഈ ഗ്രന്ഥം ഖഗോളശാസ്ത്ര ഗ്രന്ഥ ഭവതി. ഒരു ഖഗോളശാസ്ത്രം, ആകാശശാസ്ത്രങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആകാശശാസ്ത്ര ഗ്രന്ഥമാണ്. ഇതിൽ ആകാശത്തിനെ കുറിച്ച്, അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, അവിടെയുള്ള ഘടനകളെയൊക്കെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ആര്യഭടീയെ ചത്വാരഃ ഭാഗാഃ സന്തി. ആര്യഭടീയത്തിൽ 4 ഭാഗങ്ങളാണുള്ളത്. ചത്വാരഃ എന്ന് പറഞ്ഞാൽ 4 എന്നാണ് അല്ലെ. 4 ഭാഗങ്ങളാണുള്ളത്. ഗീതികാപാദഃ, ഗണിതപാദഃ, കാലക്രിയാപാദഃ, ഗോളപാദ എന്നിങ്ങനെ 4 പാദങ്ങൾ പോയിന്റ് ആക്കിയിട്ട് തന്നെ എഴുതിക്കോളൂ. ടീച്ചർക്ക് വേഗം നോക്കാൻ ഒരു സുഖമാണല്ലോ അല്ലെ നിങ്ങളെ ടീച്ചർക്ക്. അപ്പൊ നിങ്ങൾ അത് പോയിന്റ് ആക്കിയിട്ട് തന്നെ എഴുതിക്കോളൂ കേട്ടോ. ചതുർഷു എന്നാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് മക്കളെ. ചതുർഷു എന്നാണ്. ചതുർഷു പാദേഷു വിവിധാഹ വിഷയാഹ പ്രതിപാദിതാഹ. ഈ 4 പാദങ്ങളിലും, ഈ 4 ഭാഗങ്ങളിലും, ഈ 4 പാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഗീതികാപാദഃ, ഗണിതപാദഃ, കാലക്രിയാപാദഃ, ഗോളപാദഃ എന്നിങ്ങനെയുള്ള ഈ 4 പാദങ്ങളിലും വിവിധാഹ വിഷയാഹ പ്രതിപാദിതാഹ. വിവിധ തരത്തിലുള്ള വിഷയങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. യഥാ, ഉദാഹരണം. യഥ എന്ന് പറഞ്ഞാൽ ഉദാഹരണം എന്നാണ് പറയുന്നത്. മാനാനി. എന്താ മാനാനി? അളവുകളെ കുറിച്ചിട്ട്. അളവുകള് നമ്മൾ സ്കെയിലൊക്കെ അളവെടുക്കില്ലേ, അതുപോലെ അളവുകളെ കുറിച്ചും. ശംഖുച്ഛായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിഴൽ അളക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ നിഴല് വെച്ചിട്ട് അളക്കും, അളവ് കണ്ടെത്തും അല്ലെ.
അതാണ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നക്ഷത്ര ദിനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. നക്ഷത്ര ദിനം അതിനെക്കുറിച്ചാണ് പറയുന്നത്. ശേഷം ഖഗോളശാസ്ത്രം ഇത്യാദേഹ ആകാശശാസ്ത്രത്തെ കുറിച്ചൊക്കെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഓരോ ഭാഗങ്ങളിലും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. ആര്യഭടീയം എന്ന ഗ്രന്ഥത്തിലെ ഈ ഭാഗങ്ങളിലൊക്കെ ഈ വിഷയങ്ങളാണ് പറയുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഏവം പ്രകാരേണ ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ എന്നുള്ള അർത്ഥമാണ്. ആര്യഭടസ്യ ആര്യഭടീയം ആര്യഭടന്റെ ആര്യഭടീയം ജനഹൃദയേഷു സദാ ശോഭത്തെ എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ശോഭിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു എസ്സേ നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷയിൽ വന്നാൽ എഴുതണം. ആര്യഭടീയം ആര്യഭടനാണ് എഴുതിയത് എന്നുള്ളത് ഓർക്കുക. അപ്പം നിങ്ങൾ ഹിന്റ് നോക്കുക, നന്നായിട്ട് നോക്കുക ഹിന്റ്. അതിൽ നിങ്ങൾക്ക് കാണാം ചത്വാരഹ ഭാഗാഹ എന്ന് കാണും. അപ്പം ചത്വാരഹ ഭാഗാഹ സന്ധി എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് സന്ധി എന്ന് വന്നത്? സന്ധി നമ്മൾ പറഞ്ഞില്ല. എന്താ സന്ധി എന്ന വാക്കിനർത്ഥം? ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഉണ്ട് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് അല്ലേ? ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അത് എന്താ വ്യത്യാസം അല്ലേ? രണ്ട് വാക്കും ഒന്നാണോ? അല്ല. അസ്ഥി എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. വൃക്ഷഃ അസ്തി വൃക്ഷാഹ സന്ധി. ഇവിടെ അതുപോലെ ഭാഗഃ അസ്തി ഭാഗാഹ സന്ധി. ഒരുപാട് എണ്ണം ഉണ്ടെങ്കിൽ സന്ധിയാണ് വരിക. ഒരെണ്ണം ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ അസ്ഥി എന്നാണ് പറയുന്നത് അല്ലെ. ഒരുപാട് എണ്ണം ഉണ്ട് എന്ന് പറയണമെങ്കിൽ സന്ധി എന്നും വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം സെന്റൻസ് എഴുതുമ്പോൾ കേട്ടോ. ചത്വാരഹ ഭാഗാഹ സന്ധി എന്നാണ് വരുന്നത്. അതുപോലെ വേറെ എന്താണ്, ആരാണ് എഴുതിയത് എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതുക? ആര്യഭടീയസ്യ കർത്ത ആര്യഭടഃ ഭവതി. എഴുതിക്കൂടെ? ആര്യഭടീയത്തിന്റെ കർത്ത എന്ന് പറഞ്ഞാൽ ആരാണ്? കർത്താവ് അല്ലെ. കർത്ത എന്ന് പറഞ്ഞാൽ എഴുതിയ ആള് അല്ലെ. കർത്ത എഴുതിയ ആളാണ് അല്ലെ. കർത്ത എന്നാണ് പറയുന്നത്. കർത്താവ് ആര്യഭടനാണ്, അങ്ങനെ എഴുതാം. ശേഷം പിന്നെ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു എസ്സേയിൽ എഴുതാൻ പറ്റുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹെഡിങ് ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും എസ്സേ എഴുതാൻ നിൽക്കരുത്. തീർച്ചയായിട്ടും നമ്മൾ ഒരു ടിപ്പണി എഴുതുമ്പോൾ, എസ്സേ എഴുതുമ്പോൾ അതിലൊരു ടിപ്പണിയാണെങ്കിൽ അതിൽ ഹെഡിങ് വേണം. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവരും നല്ല കുട്ടികളായിട്ട് പരീക്ഷ എഴുതാൻ ശ്രമിക്കാം. ഈ ഒരു ആര്യഭടീയം നിങ്ങൾ പ്രത്യേക പരാമർശമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇരുന്ന് വായിച്ചു നോക്കുക. പഠിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോകണം. അപ്പം എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് നേർന്നുകൊണ്ട് നിർത്തുന്നു. ധന്യവാദ.